ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ശരത്തിന്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ചന്ദ്രമതി ആണെങ്കിൽ ശരത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല ശരത്തിന്റെ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും അത് കഴിഞ്ഞ് ശരത്തിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രേവതിയുടെ വീട്ടില് ശരത്തും ഇവരൊക്കെ താമസിക്കുന്ന ആ വാടക വീട്ടിൽ ചെന്നിട്ട് ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാരും കൂടി ചേർന്നിട്ട് ചന്ദ്രമതി അവിടുന്ന് അടിച്ച് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കാം കേട്ടോ. സച്ചിയുടെ മൊബൈൽ ഫോൺ കാണാതായതുകൊണ്ട് തന്നെ സച്ചിക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഫോൺ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് ചേച്ചിമാരുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ടാണ് രേവതി ശരത്തിനെയും കൂട്ടിയിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നത്. അവിടെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അവിടുത്തെ, അവര് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇടയാവുന്നുണ്ട്. എന്നാൽ ശരത്താണ് അത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ശരത്ത് അങ്ങോട്ട് തിരിഞ്ഞും കണ്ട് ഫോൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നതോട് തന്നെ അവരുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. എന്നാൽ ഫോണൊക്കെ മേടിച്ചിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം രേവതിയാണെന്നുണ്ടെങ്കിൽ ശരത്തിന്റെ അടുത്ത് സച്ചിക്ക് പുതിയ സിം എടുക്കണമല്ലോ, അതും അതേ നമ്പർ തന്നെ, അതുകൊണ്ട് ഓഫീസിൽ പോയിട്ട് ആ സിം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. രേവതിയാണെങ്കിൽ നേരെ രേവതിയുടെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ശരത്ത് വണ്ടി കയറി പോകുന്ന സമയത്താണ് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് ഇതാണ് ശരത്ത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അയ്യോടാ, ജസ്റ്റ് മിസ്സാണ്. എന്തായാലും ഉടനെ തന്നെ അവനെ പോലീസ് പൊക്കിക്കോളും എന്നുള്ള കാര്യം അവരിങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിയും അതുപോലെ മീരയും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മീരയാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് കാണുന്നത് ആദ്യമായിട്ട്. ഉടനെ തന്നെ ശ്രുതിക്ക് അത് കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോ ഇത് ആന്റിയെ കാണിക്കണം. ആന്റി അങ്ങനെ ഫോണൊന്നും അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ ട്രെൻഡിങ്ങിലുള്ള വീഡിയോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ വീഡിയോ ഉടനെ തന്നെ വേഗം ട്രെൻഡിങ്ങിൽ കയറുന്നുണ്ട് കേട്ടോ. ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്തായാലും ഈ കാര്യം ചെന്നിട്ട് ആന്റിയുടെ അടുത്ത് പറയാം. വിവരം അറിഞ്ഞ ഉടനെ തന്നെ രേവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് ചീത്ത വിളിക്കും ആന്റി. എന്നാൽ രേവതിയുടെ ഭാഗത്ത് ഇപ്പൊ ഇങ്ങനെ ഒരു തെറ്റ് വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി എന്തായാലും അവിടുന്ന് അവളെ അടിച്ചോടിച്ചോളും. സച്ചിയും രേവതിയും ഇന്ന് തന്നെ ആ വീടിന്റെ പുറത്താകും. അതുമാത്രമല്ല ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് തന്നെ വർഷയുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ വർഷയും ശ്രീകാന്തിനെയും എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരു മോശപ്പെട്ട ഫാമിലിയിൽ എന്റെ മകളെ നിർത്താൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരും ശ്രീകാന്തിനെയും വർഷയും കൊണ്ട് പോയിക്കോളും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആ വീട്ടില് നീയും അതുപോലെ സുധിയും മാത്രം നിൽക്കണം എന്നുള്ള കാര്യമാണോ എന്ന് ചോദിക്കുമ്പോ അതെ, എങ്കിൽ മാത്രമേ എനിക്ക് അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോ നീ പറഞ്ഞു വരുന്നത് നിന്റെ കള്ളത്തരങ്ങളെല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരെയും വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിനക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കണം എന്നല്ലേ? മറ്റുള്ളവരെ കുറിച്ചിട്ടൊന്നും ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകുന്നൊക്കെ ശ്രുതി പറയുകയാണേ. ആദ്യം ഈ കാര്യം എന്തായാലും ശ്രുതിയുടെ അടുത്താണ് എത്തിക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഷോറൂമിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് ഒരു കാര്യം ഒരു പേപ്പറിനകത്ത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശ്രുതി കടയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരാൾ തന്നതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ആ കടലാസ് ഉണ്ടല്ലോ അത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് നിന്റെ കയ്യിൽ തന്നത്, ആരാ ഇത് തന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോ ആരാണെന്നുള്ള കാര്യം അറിയില്ല. എന്റെ അടുത്ത് ശ്രുതിയുടെ വൈഫാണല്ലോ എന്ന് മാത്രമേ അവര് ചോദിച്ചുള്ളൂ. ഈ ലെറ്ററും തന്നിട്ട് അയാൾ പെട്ടെന്ന് തന്നെ പോയിന്ന് പറയാണ്. ഇതിപ്പോ എന്തായിരിക്കും, നിന്നെ കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക. ഇനി നിനക്ക് എക്സ് ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ആയിരിക്കോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ശ്രുതിയുടെ മൈൻഡിലേക്ക് വരുന്നത്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സോറി, ഞാൻ ടെൻഷനിൽ അങ്ങനെ പറഞ്ഞു പോയതാന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് ആയിട്ട് ആള് സ്കൂട്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവര് ആ ലെറ്റർ പൊട്ടിച്ചു നോക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വൈറൽ ആവുന്നുണ്ട്, ഉടനെ തന്നെ ആ വീഡിയോ കാണുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ശ്രുതിയുടെ പ്ലാനാണ്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന വീഡിയോ ഇതാണ്. വീഡിയോ കണ്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓഹോ, അപ്പോ ഇത് ഇവന്റെ പദ്ധതിയായിരുന്നു അല്ലേ, ഇന്ന് എല്ലാം കൊണ്ട് ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പാവത്താനെ പോലെ ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ മറ്റാരോടും പറയാതിരിക്കുന്ന നല്ലത്. കാരണം വീട്ടില് വലിയൊരു പ്രശ്നമാകും, അത് സച്ചിക്കും രേവതിക്കും ഭയങ്കരമായിട്ട് ഇഷ്യൂ ആവും എന്നൊക്കെ പറയാണ്. ആവണല്ലോ, നമുക്കങ്ങനെ മറ്റുള്ളവരോട് സിമ്പതി കാണേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞാൻ പണം എടുത്ത് ഓടി എന്നുള്ള പേരും പറഞ്ഞിട്ട് സച്ചി എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാളല്ലേ. അങ്ങനത്തെ അവന് കിട്ടുന്ന പണിയാണല്ലോ അത് നമ്മള് വിനിയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ആദ്യം പോയിട്ട് ആന്റിയെ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭാമയുടെ വീട്ടിൽ നിൽക്കുന്ന ചന്ദ്രയ്ക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ശ്രുതി അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ വരുന്നതുകൊണ്ട് തന്നെ എന്താ ശ്രുതി, നീ ഇവിടെ അടുത്തെങ്ങാനും വന്നതാണോ, അതുകൊണ്ട് ഇവിടെ കയറിയതാണോ എന്നൊക്കെ ചോദിക്കണേ. ഇല്ല ആന്റി, ഞാൻ ആന്റിയെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. പക്ഷെ ആന്റിയുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എങ്ങനെയാ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
നീ എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അവിടെ കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രുതി വേറെ എന്തെങ്കിലും ഒപ്പിച്ചോന്നൊക്കെയാണ് കേട്ടോ ശ്രുതി ചോദിക്കുന്നത്. ഇല്ല ആന്റി, അതൊന്നുമല്ല, മറ്റൊരു കാര്യമാണ്, ആന്റിയുമായി ബന്ധപ്പെട്ടതാണ്. നീ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ശ്രുതിയുടെ അടുത്ത് ചന്ദ്ര പറയാണ്, ആന്റി എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ഞാൻ ആന്റിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്ര വീഡിയോ കണ്ടു തുടങ്ങുവാണ്. അതിനകത്ത് ഫേസ് കാണിക്കുന്നില്ലല്ലോ. ഈ വീഡിയോ ശ്രുതി നിനക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുകയാണേ. ആന്റി ഇതിന് തന്നെ ഷോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ബാക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റിയുടെ അവസ്ഥ എന്തായിരിക്കും? അതിനകത്ത് ആരാണ് മോഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം കാണുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. കാണുന്നുണ്ടോ? ആരാണ് അവൻ ആരാണെന്നുണ്ടെങ്കിലും അവന്റെ ചെരുപ്പാല ഞാൻ അടിക്കണമെന്ന് വിചാരിച്ചതാണ്. ആന്റി നോക്കെന്ന് പറയാണ്. അതിനുശേഷമാണ് നമ്മുടെ ശരത്ത് ആ ഹെൽമറ്റ് മാറ്റുമ്പോഴാണല്ലോ അവന്റെ ഫേസ് കാണുന്നത്. അതങ്ങ് കാണുകയും ചന്ദ്ര അങ്ങോട്ട് ഇരുന്നിടുന്ന ഒരൊറ്റ എഴുന്നേൽക്കലാണേ. ഭാമിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ശ്രുതി നിനക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിക്കുകയാണേ. എനിക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് നെറ്റിലാരോ ഇട്ടതാണ്. എന്റെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചത് ആ പൂക്കാരിയുടെ കുടുംബത്തിലുള്ളവനാണല്ലേ. ശ്രുതി ഇതെങ്ങനെയെന്നുള്ള കാര്യം ഭാമ അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ടേ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ മോഷ്ടിച്ചിട്ടുണ്ടല്ലോ മുമ്പും. ബൈക്ക് അവനല്ലായിരുന്നു മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അവന്റെ തനി സ്വരൂപം എന്റെ അടുത്ത് കാണിച്ചല്ലേ. ഞാൻ താഴെ വീഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന്. എന്നെ തള്ളിയിട്ട് കൊല്ലാനായിരിക്കും അവൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട ഭാമയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? സ്വന്തം ചേച്ചി ജീവിക്കുന്ന വീടാണെന്നുള്ള കാര്യം പോലും ചിന്തിച്ചില്ലല്ലോ. ആ പൂക്കെട്ടുന്നവൾ തന്നെയായിരിക്കും ഇതിനൊക്കെ തിട്ടം പോട്ട് കൊടുത്തിട്ടുണ്ടാവുക. കുടുംബത്തോട് കൂടി ചേർന്നിട്ട് എന്റെ പണം മോഷ്ടിച്ചിട്ട് ആ ഫൈനാൻസിന് മുമ്പ് അന്ന് ആ ഫൈനാൻസിന് മുമ്പിൽ എന്നെ നാണം കെടുത്തി. ഇതെന്തായാലും ഞാൻ ചുമ്മാ വിടാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രുതി വാ എന്ന് പറയണേ. എങ്ങോട്ടാ ആന്റി എന്ന് ചോദിക്കുന്നുണ്ടോ ശ്രുതി. ആ പൂ കിട്ടുന്നവളുടെ വീട്ടിലേക്ക്. അത് എന്തിനാ ആന്റി എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും നിന്റെ അടുത്ത് വരാനല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ആദ്യം ചന്ദ്രൻ നടന്നു പോവാണ് കേട്ടോ. സംസാരത്തിൽ താൻ മടിച്ചിട്ടാണ് വരുന്നതെന്നുള്ള മട്ടും എന്നാൽ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രുതി പുറകെ പോകുന്നത്. അത് കഴിഞ്ഞ് ശരത്താണെന്നുണ്ടെങ്കിൽ സിമ്മൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴിയില് ആന്റണിയുടെ കൂട്ടരും കൂടി ചേർന്നിട്ട് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. ശരത്തെ സുഖാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ നിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നീ എന്താണ് കാണാതെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരാ എന്റെ ഫ്രണ്ട്? എന്റെ ചേച്ചിയെ ഉപദ്രവിച്ച് നീയൊക്കെ എന്റെ ഫ്രണ്ടോ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞാന് നിന്റെ പരിസരത്ത് പോലും വരുന്നില്ല. പിന്നെന്താ? അല്ലെങ്കിലും നീ ഇപ്പൊ വലിയ ആളായല്ലോ, നിനക്കൊന്നും എന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോ നീ തന്നെ നാട്ടിൽ മൊത്തം ഫേമസ് ആയല്ലോ. ഇന്ന് നീയാണടാ ട്രെൻഡിങ്. എന്താ നോക്കുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുവാണേ. വീഡിയോ കണ്ട ഉടനെ തന്നെ ശരത്ത് പറയുന്നുണ്ട് ഇത് ആന്റണിയുടെ പണി തന്നെ ആയിരിക്കുന്നു എന്ന്. ആ വീഡിയോ ഉണ്ടായിരുന്നത് എന്റെ കയ്യിലല്ലല്ലോ, നിന്റെ സച്ചിയേട്ടന്റെ കയ്യിലല്ലായിരുന്നോ? ആ സച്ചിയാണ് ഈ വീഡിയോ സമയം കിട്ടിയ സമയം നോക്കിയിട്ട് റിലീസ് ചെയ്തെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ സച്ചിയെ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശരത്ത് തയ്യാറല്ല എന്നുള്ള കാര്യം ആന്റണിയുടെ അടുത്ത് പറയാനുണ്ട് ചെയ്യുന്നത്. സച്ചിയേട്ടന്റെ ഫോണ് കളഞ്ഞു പോയി, അതിൽ നിന്ന് ആരും എടുത്തിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്തതാണ്. നീ ചുമ്മാ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണടാ. ആ സച്ചിയുടെ പണി തന്നെയാണ് ഇത് എന്നുള്ള കാര്യം ശരത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ സച്ചി ചെയ്ത ഈ പണിക്ക് നമുക്ക് തിരിച്ചടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇനി ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല. നീ ആരാണെന്നുള്ള കാര്യം തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ശരത്തിന് വീഡിയോ റിലീസായ ടെൻഷനും ഉണ്ട്. എന്നാൽ ആന്റണിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാനും വേണ്ടി പറ്റാത്തൊരവസ്ഥയില് അവിടെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. തുടർന്ന് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവും രേവതിയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്ക് മേടിച്ച ഫോണ് ദേവുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ദേവു ആണെങ്കിൽ ഫോൺ നല്ലതാണ് ചേച്ചി എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ശരത്ത് വീട്ടിലെത്തുന്നുണ്ട്. ശരത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട് കേട്ടോ. ശരത്ത് എത്തിയ ഉടനെ തന്നെ ആ സിം കാർഡ് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ചേച്ചി അതേ നമ്പർ തന്നെ കിട്ടിയെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആഹാ കണ്ടില്ലേടി, എന്റെ മകൻ ഭയങ്കര ബുദ്ധിയുള്ളവനാണെന്ന് ലക്ഷ്മി പറയുമ്പോൾ ഇത് അത്ര വലിയ ബുദ്ധിയുള്ള കാര്യമൊന്നുമല്ല, അമ്മ ചുമ്മാ അവനെ പറയാൻ വേണ്ടി നിൽക്കണ്ട എന്നൊക്കെ ദേവ് ഇങ്ങനെ പറയുകയാണേ. ശരത്താണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വേഗം അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ലല്ലോ, ഇവരുടെ അടുത്ത് ഇപ്പൊ കാര്യം പറയാനും പറ്റില്ലല്ലോ. ആ സമയത്ത് ദേവു ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കിട്ടുന്നില്ലല്ലോ നോക്കി പുറത്തു വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കയറി വരുന്നത് കാണുന്നത്. വേഗം ഓടി ചെന്നിട്ട് അമ്മയുടെ അടുത്തും അതുപോലെ രേവതിയുടെ അടുത്തും കാര്യം പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര അങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം. ചന്ദ്ര വന്ന ഉടനെ തന്നെ എവിടെ അവനെന്ന് ചോദിക്കുകയാണേ. ആര്? നിന്റെ അനിയൻ എവിടെയടി? അമ്മ എന്തിനാ അവനെ അന്വേഷിക്കുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അവനെ നിങ്ങൾ എവിടെയടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുറിയിലും പിന്നെ അടുക്കളയിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ശരത്തിനെ കണ്ട ഉടനെ തന്നെ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുവരുവാണേ. പിടിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് എടാ കള്ള, നീ നിന്റെ തനി സ്വരൂപം എന്റെ അടുത്ത് കാണിച്ചല്ലേന്ന് ചോദിച്ചിട്ട് രണ്ട് കവളിനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാണേ. ചന്ദ്ര അടിക്കുമ്പോഴേക്കും ലക്ഷ്മിയും അതുപോലെ തന്നെ രേവതിയും കൂടി തടഞ്ഞു നിർത്തിയിട്ട് എന്തിനാ ഇവനെ അടിക്കുന്നതെന്ന് രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ഇവനെ ഒന്നും കൈകൊണ്ട് അടിച്ചാ പോരാ, ഇവനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് അടിക്കുവാണേ.
രണ്ടടി അടിക്കുമ്പോഴേക്കും ശരത്ത് താഴെ വീഴുന്നുണ്ട്. ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കാവുക. കാരണം ചെരുപ്പെടുത്തിട്ടാണല്ലോ അടിക്കുന്നത്. ഇവനെ ഞാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്ര അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി അങ്ങ് കൈ തടയുവാണ്. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ അണിനെ അടിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചുമ്മാ നോക്കി നിൽക്കുന്നു. നീ എന്താടി എന്നെ അടിക്കാൻ വേണ്ടി പോവാന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അടിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ അടിക്കാൻ വേണ്ടി പോകുമ്പോ കൈ തടയാ ചെയ്തത്. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, ഇത് നോക്ക് ചേച്ചി, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ ഞങ്ങളെ അപമാനപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സഹിച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്റെ മകളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് വിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം. എന്നാ ഇപ്പോ വീട് കയറി വന്നിട്ട് അടിക്കുന്നു. പിന്നെ അടിക്കാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെയൊക്കെ കൊന്നാ മാത്രമേ എന്റെ കലിപ്പ് അടങ്ങുള്ളൂ. അതിന് മാത്രം എന്താ അവൻ ചെയ്തെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും, ഇത് നോക്ക് രേവതി, ഒരു തെറ്റും ചെയ്യാതെയാണോ നിന്റെ അനിയെ അടിമേടിക്കുന്നതെന്ന് ശ്രുതി. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അഭിനയിക്കാണോ? കുടുംബത്തോടു കൂടി എല്ലാവരും ചേർന്നിട്ടാണോ ഇതൊക്കെ ചെയ്തത്? ഇത് കേട്ട ദേവുവാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം ഇവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടേ. ആ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞ ഒരൊറ്റ വിളിയാണ്. ശ്രുതി ഫോൺ എടുത്തുകൊണ്ട് ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ലക്ഷ്മിയും കുറച്ചു നേരം ശരത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ശരത്തിന്റെ അരികിലേക്ക് എന്നിട്ട്, എന്താടാ നീ കാണിച്ചു വെച്ചത്? നീ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ബുദ്ധി എന്താടാ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചോദിച്ചിട്ട് ശരത്തിനെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ശരത്തിന് മാത്രമല്ല ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം തലക്കിട്ടിട്ട് ഇങ്ങനെ അടിക്കുവാണ്. നീ കണ്ടോടാന്ന് ലക്ഷ്മി ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ ചന്ദ്ര രേവതിയെ ഇങ്ങോട്ട് മാറ്റി അങ്ങ് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ എന്റെ കാശ് മോഷ്ടിച്ചത് ഇവൻ? അത്രയ്ക്ക് ഇവന് ധൈര്യമുണ്ടോ? അവിടുത്തെ ശബ്ദമൊക്കെ കേട്ടിട്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രേവതിയും, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? എന്ത് പണിയാടാ ചെയ്തെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അടിച്ചോണ്ടിരിക്കുമ്പോ ശരത്താണെന്നുണ്ടെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കാലിലേക്ക് അങ്ങ് വീഴുവാണ്. എടാ, നീ പണം മോഷ്ടിച്ചത് എന്റെ കയ്യിൽ നിന്നല്ലേ? എന്നിട്ട് നീ എന്തിനാണ് അവളെടുത്ത് മാപ്പ് ചോദിക്കുന്നതെന്നാണ് കേട്ടോ ചന്ദ്ര ചോദിക്കുന്നത്. അപ്പോഴേക്ക് രേവതി ആണെന്നുണ്ടെങ്കിൽ ശരത്തിനെ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിലും നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വീട്ടിലുണ്ടല്ലോ ഒരാള്, അദ്ദേഹത്തെ പറഞ്ഞാൽ മതി. തേടിപ്പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുടുംബം. 2 മരുമക്കളുണ്ട്. 2 പേരും പണക്കാരെ വീട്ടിൽ നിന്ന് വന്നതാണ്. ഇവളോ കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നും. അങ്ങനത്തെ കുടുംബത്തിൽ നിന്ന് വന്നവളാണ് എന്നെ അടിക്കാൻ വേണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, ഓ എന്താ വിരുന്നൊരുക്കാൻ വേണ്ടി പോവുകയാണോ? നീ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾ അധ്വാനിച്ച പണമാണെന്നുള്ള കാര്യം. ഇങ്ങനെയാണോ നിങ്ങൾ അധ്വാനിക്കുന്നത്? ഈ കാശ് കൊണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കഴിക്കാൻ വേണ്ടി തോന്നുന്നത്? തീരെ നാണോ ഇല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ദഹിക്കുമെന്നൊക്കെയുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഒരു വിളി വിളിക്കുന്നുണ്ട് രേവതി. നീയൊന്നും എന്നെ അമ്മയെന്ന് വിളിക്കരുതടി, അത് എനിക്കാണ് നാണക്കേട്. നീ എന്നെ അമ്മയെന്ന് വിളിച്ചാലുണ്ടല്ലോ നിന്റെ പല്ലടിച്ച് കൊഴിക്കും ഞാന്. ഇങ്ങനെ പിച്ചെടുത്ത് ജീവിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ? ഇനി മേലാൽ എന്റെ വീടിന്റെ പടിക്കൽ പോലും നീ വന്നു പോകരുത്. നിങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തിക്കോണം. ദയവ് ചെയ്തിട്ട് ചേച്ചി ഞങ്ങളുടെ വാക്കുകൊണ്ട് കൊല്ലരുത്. നിങ്ങളടുത്ത് വേണമെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പാണ് കേട്ടോ ലക്ഷ്മി. നിങ്ങളുടെ മാപ്പ് എന്തിനാണ് എനിക്ക്? ഇവനെ എല്ലാം പോലീസിലാണ് പിടിച്ചു കൊടുക്കേണ്ടത്. വാടാ എന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ കോളറിലങ്ങ് കയറി പിടിച്ചിട്ട് വലിച്ചോണ്ട് പോവാൻ നോക്കുവാണ്. പോലീസ് കേസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ദേവു പറയുന്നുണ്ടെങ്കിൽ ദേവുനെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് വലിച്ചോണ്ടങ്ങ് പോവാണ് കേട്ടോ ശരത്തിനെ. വലിച്ചോണ്ട് പോകുമ്പോ രേവതി, കൊണ്ടോവല്ലേ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിക്കുന്നുണ്ട്. നിനക്കൊന്നും എന്നെ തൊടാനുള്ള അർഹതയില്ലടി എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് തള്ളിവിടുവാണ്. എന്നിട്ട് ശരത്തിനെ വാടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചുകൊണ്ടുപോവാണ്. പക്ഷെ വീണ്ടും രേവതിയും അതുപോലെ തന്നെ ദേവും കൂടി ചേർന്നിട്ട് ശരത്തിനെ അങ്ങ് 2 കൈ കൊണ്ട് അങ്ങ് പിടിക്കുവാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് ആനക്കാൻ പോലും പറ്റാത്ത വിധത്തില് വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. 2 പേരും കൂടി പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റി വിടുന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയാണെങ്കിൽ ശ്രുതി നീ കൈയെടുക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും പിടിച്ച് വലിക്കുവാണ്. അപ്പോഴേക്കും ആ വീടിന്റെ ഓണർമാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ പ്രശ്നം? കൈവിടാൻ വേണ്ടിയിട്ട്. ചന്ദ്ര അങ്ങ് കൈവിടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള സാധനം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ ചുമ്മാ വിടുമെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് എന്റെ വീടാണ്, ഇവിടെ വെച്ചിട്ടൊരു പ്രശ്നം വേണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് എല്ലാം ഇറങ്ങി പൊക്കോണെന്ന് പറയാനുണ്ട് ചന്ദ്രയുടെ അടുത്ത്. പോവാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ അങ്ങ് ആട്ടുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ചന്ദ്രയുടെ ആ അമർഷം ഉണ്ടല്ലോ അതങ്ങ് തീർക്കണമല്ലോ. മൂത്ത മകളുടെ കല്യാണം കഴിക്കാൻ വേണ്ടി മകനെ കൊണ്ട് ബൈക്ക് മോഷ്ടിപ്പിച്ചു. എന്നിട്ട് മകളുടെ കല്യാണം കഴിപ്പിച്ചു. ഇപ്പൊ ചെറിയ മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുവാണോ? എല്ലാവരും ഒരു കാര്യം കേട്ടോളൂ, എങ്ങനെയാണ് മുന്നേറേണ്ടത് എന്നുള്ള കാര്യം ഇവരിൽ നിന്ന് പഠിച്ചോ. ഇല്ലെങ്കിൽ എല്ലാവരും ഈ കുടിലിൽ കിടന്നിട്ട് ചാവേണ്ടതാണ്. ഇപ്പൊ പറയുന്നത് കേട്ടോ, ഞാനിവിടുന്ന് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവര് വന്നിട്ട് നിന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോയിക്കോളും. ഇനി നീ അഴിയെണ്ണാൻ വേണ്ടി പോവാണ്, മനസ്സിലാക്കിക്കോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടുന്ന് ഇറങ്ങി പോകുന്നത്. ചന്ദ്ര പോയി കഴിഞ്ഞ ശേഷം ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരത്തിന്റെ അടുത്ത്, ഇനിയും നീ കാരണം ഞങ്ങൾ എന്തോരം കിടന്ന് ഒരുങ്ങണം, നീ എന്തിനാടാ ഇങ്ങനെ ഞങ്ങളെ ജീവനോട് കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. അതിന്റെ പുറകെ തന്നെ ദേവും അതുപോലെ തന്നെ രേവതിയും കയറി ചെല്ലുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്